സർ നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡിനെ പറ്റി സാർ പറഞ്ഞില്ലേ? അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സിനകത്ത് നമ്മൾക്ക് എന്തൊക്കെ സിംബലാണ് അല്ലെങ്കിൽ എന്തൊക്കെ സിഗ്നൽസ് ആണ് നമുക്ക് ജനറൽ പബ്ലിക്കിലേക്ക് നോക്കേണ്ടത്? ഐ മീൻ ഇഫ് എ പേഴ്സൺ ഗോസ് ടു ബൈ എ ഗോൾഡ് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ അഷ്യൂറൻസ് ഒക്കെ നോക്കാൻ എന്തൊക്കെയാണ് വാട്ട് ഷുഡ് ദേ ലുക്ക് ഔട്ട് ഫോർ? ഒരു ആഭരണം വാങ്ങിക്കുമ്പോൾ അതിൽ ഹോൾമാർക്ക് ഉണ്ടെങ്കിൽ മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എവറിതിങ് ഈസ് ടേക്കൺ കെയർ ഓഫ്. ഹോൾമാർക്ക് എന്ന് പറയുന്നത് 3 സിംബലാണ്, 3 ലോഗോകളാണ്. ഒന്ന് BASൻ്റെ ഒരു ട്രയാങ്കിൾ ലോഗോ, രണ്ടാമത് വരുന്നതിൽ HUID കോഡാണ്, അതൊരു ആൽഫാ ന്യൂമറിക് കോഡാണ്, 5 അക്കമുള്ള ആൽഫാ ന്യൂമറിക് കോഡാണ്. മൂന്നാമത് വരുന്നതിൻ്റെ പ്യൂരിറ്റിയാണ്, 22 ക്യാരറ്റ് അല്ലെങ്കിൽ 18 ക്യാരറ്റ് ആണെങ്കിൽ 18K എന്ന് എഴുതിയിരിക്കും. ഇതിനകത്ത് ആദ്യത്തെ 2 സ്റ്റേഷനറിയാണ്, മൂന്നാമത്തെ നടുക്ക് നിൽക്കുന്ന HUID കോഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഓരോ ആഭരണത്തും ഓരോ HUID കോഡാണ്. നമുക്കറിയാമല്ലോ, ഒരു കറൻസി നോട്ടിൻ്റെ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീകോഡ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഇത് ഏത് വർഷം RBIയുടെ ഏത് പ്രസ്സിലാണ് അടിച്ചത്, ഏത് ഡിനോമിനേഷനാണ്, എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എന്ന് പറഞ്ഞ പോലെ ഈ HUID ആഭരണത്തിൻ്റെ ആ കോഡ്, HUID കോഡ് ഡീകോഡ് ചെയ്താൽ നമുക്കതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, പ്രൊവനൻസ് എന്ന് പറയും, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റാണ്. ഇതെങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നുള്ളതാണ് അടുത്ത ചോദ്യം. BAS ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി BASൻ്റെ പോർട്ടലിൽ BAS കെയർ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് വെരിഫൈ HUID എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിൽ ചെന്ന് നമ്മുടെ ആഭരണത്തിൽ കാണുന്ന ഈ 5 ആൽഫാ ന്യൂമറിക് കോഡ് അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും.